മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിലെ നവരാത്രി ആഘോഷം പൂർവാധികം ഭംഗിയായി എന്ന പദപ്രയോഗത്തിലൂടെ വിവരിക്കുകയായിരിക്കും ഏറ്റവും ഉത്തമമെന്ന് തോന്നുന്നു. ഭാരതീയ പൈതൃകത്തെയും ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളെയും ഭാരതീയമായ ആചാരങ്ങളെയും വിചാരങ്ങളെയും വിശ്വാസങ്ങളെയും സങ്കല്പങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഗ്രന്ഥങ്ങളെയും കഥകളെയും അതുപോലെ അനുഭവ വിവരണങ്ങളെയും ഉപദേശങ്ങളെയും ജീവിത സത്യവിവരണങ്ങളെയുമെല്ലാം ഒരു തരത്തില് പുച്ഛത്തോടുകൂടി കണ്ടിരുന്നവര് ഇന്ന് അസാധാരണമായി മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ പൈതൃകത്തെ ധന്യമായ ഒന്നാണെന്ന് വിവരിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിൽ തിന്മകളുണ്ടെങ്കിൽ കഴിയുന്നതും കുറയ്ക്കാനും അതിലെ നന്മകളെ കൂടുതൽ കൂടുതൽ സമ്പുഷ്ടമാക്കാനും ഒരു മഹായജ്ഞം പോലെ എല്ലാ വിഭാഗം ജനതയും മുമ്പോട്ട് വരുന്നൊരു കാലഘട്ടം ചിന്തിക്കാൻ പോലും സാധിക്കുന്നതിലപ്പുറത്ത് അനുഭവങ്ങളാണ് പല സ്ഥലത്ത് നിന്നും വായിക്കാൻ സാധിക്കുന്നതും കേൾക്കുന്നതും പലരും പറയുന്നതും. ഈ വർഷത്തെ ജന്മാഷ്ടമി അക്ഷരാർത്ഥത്തിൽ നിരീശ്വരവാദികളും പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ആഘോഷിച്ചു, ആഘോഷിക്കാൻ നിർദ്ദേശിച്ചു. അത് നമ്മുടെയും പൈതൃകത്തിൻ്റെ ഭാഗമാണ്. RSSൻ്റെയോ BJPയുടെയോ മാത്രമല്ല. AKജിയും സഖാവ് AKജിയും സഖാവ് കൃഷ്ണപിള്ളയുമാണ് ശ്രീകൃഷ്ണനെ ലോകസമക്ഷം അവതരിപ്പിച്ചതെന്നു വരെ പറയാൻ ധൈര്യം കാണിക്കുന്ന ലെവലിലേക്ക് അതിനെ അവഹേളിച്ചിരുന്നവർ തന്നെ മാറിപ്പറയുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് തക്കലയിൽ നിന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് സരസ്വതി വിഗ്രഹത്തെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുമ്പോൾ സാധാരണഗതിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുമാണ് സ്വീകരിക്കാൻ പോകാറുള്ളത്. വളരെ വിരളമായിട്ട് ദേവസ്വം മന്ത്രിയും പോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആ സ്വീകരണം നടത്തിയത് കേരളത്തിലെ ഗവർണർ, മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരം ബൗണ്ടറിയിലേക്ക് സരസ്വതി വിഗ്രഹം വന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമായിട്ടും കോർപ്പറേഷൻ മേയറും കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ക്രിസ്ത്യാനിയായ ജോസഫ് സാറും പിന്നെ CPMന്റെ MLA ശിവൻകുട്ടി സാറും എല്ലാവരും സരസ്വതി വിഗ്രഹത്തെ വരവേൽക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ബൗണ്ടറിയിൽ കാത്തുനിന്നു എന്നും പലപ്പോഴും ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു, കാരണം ജനങ്ങളുടെ തിരക്കുകൊണ്ട് പലതും ചെയ്യാൻ സാധിച്ചില്ല എന്ന് വരെയും റിപ്പോർട്ട് വന്നതിൻ്റെ സംക്ഷിപ്തം എന്ന് പറയുന്നത് അസാധാരണമായ മാറ്റം സംഭവിക്കുന്നു എല്ലാ കാര്യത്തിലും. ആ മാറ്റം ദുരാചാരങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും പോകാതെ യഥാർത്ഥ ഭാരതീയമായ പൈതൃകത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതീയ ആചാരങ്ങൾ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പോകാനുള്ളതല്ല, അല്ലെങ്കിൽ മരണശേഷം ആത്മാവിന് പരമമായ മോക്ഷം ലഭിക്കാനുള്ള താത്വികമായ ആത്മീയതയല്ല ഭാരതത്തിലുള്ളത്, താത്വികമായ ആചാരങ്ങളുമല്ല ഭാരതത്തിലുള്ളത്. നമ്മളുടെ ആചാരങ്ങൾ പ്രായോഗികമാണ്.
നമ്മളുടെ വിചാരങ്ങള് പ്രായോഗികമാണ്, വിശ്വാസങ്ങള് അതും പ്രായോഗികമാണ്. അപ്ലൈഡ് ഫോർ മേക്കിംഗ് അവർ പ്രസന്റ് ലൈഫ് ഗ്രേറ്റ് ആൻഡ് ഗ്ലോറിയസ്. അപ്പോൾ നമ്മളുടെ പ്രായോഗികമായ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഒരു ദൈവത്തിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഗോഡ് ഫിയറിംഗ് പീപ്പിൾ ചെയ്യുന്നതല്ല. ദൈവത്തെ സന്തോഷിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും വരങ്ങളും വാങ്ങി കുറെ സമ്പത്തും സ്വത്തും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മീയതയല്ല ഭാരതത്തിലേത്. ഒരുപക്ഷെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധാരണക്കാരെ മോട്ടിവേറ്റ് ചെയ്യിക്കാൻ കാര്യസിദ്ധി എന്നെല്ലാം പറയുമെങ്കിലും അതിൽ നിന്നെല്ലാം അപ്പുറത്തേക്ക് കയറി അപ്പുറത്തേക്ക് നടന്ന് അപ്പുറത്തേക്ക് എത്തുന്ന വിധത്തിലുള്ള ആത്മീയത നമ്മുടെ മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാനും ചിന്തകളെയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളെയും നന്മയിലേക്ക് കൊണ്ടുപോകാനാണ്. ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കിയാലേ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ എന്ന വരിയുടെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആചാരങ്ങളാണ്. അത് മനസ്സിൽ നന്മ വരുത്താൻ, നമ്മുടെ ശരീരത്തിൽ ആരോഗ്യം വരുത്താൻ, നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാക്കാൻ, സനാതന ധർമ്മങ്ങളും സനാതന മൂല്യങ്ങളും ചൈതന്യവത്താക്കാൻ, നമ്മുടെ സമൂഹത്തിൽ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി നമ്മുടെ രാഷ്ട്രത്തെ പരമമായ വൈഭവത്തിലേക്ക് എത്തിക്കാൻ, ഈ രാഷ്ട്രം സമുന്നതമായ നിലയിലെത്തി മറ്റ് രാഷ്ട്രങ്ങൾക്ക് കൂടി മാതൃകയും ധർമ്മബോധവും വരുത്താൻ വേണ്ടിയിട്ടുള്ള ലെവലില് മനസ്സും ശരീരവും കുടുംബവും ധർമ്മവും സമൂഹവും രാഷ്ട്രവും മാനവരാശിയും ധന്യമായ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാരതത്തിലെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും എന്ന് ജനങ്ങളെ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നുള്ള പ്രയാണം ധർമ്മബോധത്തോടു കൂടിയാവണം, സത്യസന്ധമാവണം, വികലമാവരുത്. വികലമായാൽ ആ വികലതയായിരിക്കും വളരുക. ആത്മീയത ഒരിക്കല് തിന്മയിലേക്ക് പോയാൽ അതായിരിക്കും കള്ളുനിവേദ്യവും മൃഗബലിയും അനാവശ്യമായ ക്ഷേത്രാന്തരീക്ഷത്തെ മലിനീകരിക്കുന്ന വെടിക്കെട്ടും പാവപ്പെട്ട ജീവിയെ കൂച്ചു വിലങ്ങിട്ട് ഈശ്വരനെ അതിൻ്റെ മുകളിൽ ഇരുത്തി ആനന്ദിക്കുന്ന ആ ആനയുടെ വേദന അറിയാൻ പറ്റാത്തൊരു സമൂഹമായി പോകുന്നതും ആത്മീയത ദുരാചാരത്തിലേക്ക് കടക്കുമ്പോഴാണ്. അതുപോലെ ജാതകവും ദേവപ്രശ്നം വയ്ക്കലും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ആത്മീയതയെ ദുർവ്യാഖ്യാനം ചെയ്ത് നമ്മളുടെ ജീവിതത്തെ നരകതുല്യമാക്കുമ്പോൾ ആത്മീയത തിന്മയിലേക്ക് പ്രയാണം ചെയ്യുന്നു എന്ന് നാം തിരിച്ചറിയണം. ഇത് ഈ 10 മിനിറ്റ് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, ഇന്ന് ലോക ജനത ഭാരതീയമായ നന്മകളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് എങ്ങനെയാണോ E.K. നായനാര് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ക്രിസ്തുമതത്തിന്റെ പരമാധ്യക്ഷനായ പോപ്പിന് ഒരു ഭഗവത്ഗീത കൊണ്ടുപോയി കൊടുത്തത്, അതേപോലെ തന്നെ ധന്യമായൊരു ഭഗവത്ഗീതയും അതിൻ്റെ ആൾ ഇന്ത്യ റേഡിയോ റെക്കോർഡ് ചെയ്ത അർത്ഥവും വ്യാഖ്യാനവും അത് ആലപിക്കുന്ന രീതിയുടെ CD-യും ചേർത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റിന് കൊടുത്തു എങ്കിൽ 51 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു ഗ്രന്ഥം ലോകത്തിന് ഇന്നും പ്രയോജനപ്രദമാണെന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ ബോധ്യപ്പെടുത്താനാണ് അത് കൊടുത്തത്. അത് തന്നെയാണ് ഭാരതത്തിന്റെ നന്മകള് ലോകത്തിന് ഇന്നും പ്രയോജനപ്പെട്ടതാണ്. മറ്റേതൊരു മതത്തെക്കാളും സനാതനധർമ്മത്തിന് ഇന്ന് പ്രസക്തിയുണ്ട്. മറ്റു മതങ്ങള് ഒന്നുകിൽ കൂച്ചുവിലങ്ങിട്ട് മതത്തിന്റെ ചൂരലുപയോഗിച്ച്
അതനുശാസിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ മതത്തെ ഭയപ്പെടുത്തി, ദൈവത്തെ ഭയപ്പെടുത്തി, ദൈവത്തിൻ്റെ ശാപമുണ്ടാവുമെന്ന് ഭയപ്പെടുത്തി, നീ പാപിയാണ്, നീ പാപിയാണ്, നീ പാപിയാണെന്ന് നിരന്തരം പറഞ്ഞ് കുറ്റവാളിയല്ലാത്തവനെ കുറ്റവാളിയാക്കി FIR എഴുതുന്നത് പോലെ തിന്മകൾ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്ത് അത് മാറണമെങ്കിൽ നീ ഇത് ചെയ്യണമെന്ന് പറയുന്ന പോലെയുള്ള ഒരു ധർമ്മമല്ല ഹിന്ദുധർമ്മം. സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കാനും ചിന്തിക്കാനും വീക്ഷണങ്ങൾ വെച്ച് പുലർത്താനും ഈശ്വരനെ പോലും നിരാകരിക്കാനും പ്രകൃതിയെ പോലും ജഡമാണെന്ന് വിവരിക്കാനും ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യ ഹാനിയും വരുത്താതെ ആ വീക്ഷണം വെച്ച് പുലർത്താനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകിയ ഭാരതത്തില് നന്മ നിറഞ്ഞ ആചാരങ്ങൾ ഉണ്ടാവണം, സദാചാരങ്ങൾ, നന്മ നിറഞ്ഞ വിശ്വാസങ്ങൾ ഉണ്ടാവണം, സദ്വിശ്വാസങ്ങൾ, നന്മ നിറഞ്ഞ ഗ്രന്ഥങ്ങളായിരിക്കണം നമ്മൾ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്, നന്മ നിറഞ്ഞ ഉപദേശങ്ങൾ, നന്മ നിറഞ്ഞ അനുഭവങ്ങൾ, നന്മ നിറഞ്ഞ കഥകൾ, നന്മ നിറഞ്ഞ ജീവിത സത്യങ്ങൾ, ഇവയെല്ലാം ഉദ്ദേശിക്കുന്നത് മനസ്സിൽ മാറ്റം വരുത്താൻ, അങ്ങനെ ശരീരത്തിൽ മാറ്റം വരുത്താൻ, അങ്ങനെ കുടുംബത്തിൽ മാറ്റം വരുത്താൻ, അങ്ങനെ സമൂഹത്തിലും രാഷ്ട്രത്തിലും മാനവരാശിയിലും മാറ്റം വരുത്താൻ, ആ മാറ്റം വരുത്താനുള്ള ഒരു സുദിനമായി തീരട്ടെ നവരാത്രി ആഘോഷങ്ങളിൽ. നവരാത്രിയുടെ നന്മകൾ നമ്മൾ ഇന്ന് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുന്നു, ആയുധം പൂജയ്ക്ക് വയ്ക്കുന്നു. അതുപോലെ തന്നെ നന്മകളെല്ലാം ആരാധിക്കപ്പെടുന്നു. പൂജിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആരാധിക്കപ്പെടുന്നു എന്നാണ്. നമ്മളുടെ കമ്പ്യൂട്ടറും നമ്മളുടെ ക്രൊമാറ്റോഗ്രാഫും നമ്മളുടെ ഉപകരണങ്ങളും നമ്മളുടെ ആയുധങ്ങളുമെല്ലാം ഈ ലോകത്തിൽ നമ്മളെ പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അറിവുമായിട്ട് ബന്ധിപ്പിക്കുന്നു, കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കുന്നു, അത് ഭക്തിയിലൂടെ ബന്ധിപ്പിക്കുന്നു. ജ്ഞാനയോഗവും കർമ്മയോഗവും അതിൻ്റെ കൂട്ടത്തിൽ സിമന്റ് പോലെ ഭക്തിയോഗവും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ ആയുധം ഞാൻ തിന്മയ്ക്ക് ഉപയോഗിക്കില്ല, എൻ്റെ ഗ്രന്ഥത്തിലുള്ള അറിവ് ഞാൻ തീവ്രവാദത്തിന് ഉപയോഗിക്കില്ല, എൻ്റെ ഈശ്വരനെ ഭയപ്പെടുത്തി ഞാൻ നിന്നെ എൻ്റെ മതത്തിൻ്റെ അനുയായി ആക്കില്ല, ഞാൻ നിന്നെ പുച്ഛിച്ചും അവഹേളിച്ചും നിന്നെ അപകീർത്തിപ്പെടുത്തില്ല. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന പുസ്തക പൂജയും ഗ്രന്ഥപൂജയും അതുപോലെ തന്നെ ആയുധ പൂജയും ദേവതാ പൂജയുമെല്ലാം നടത്തുന്ന ഈ ദിവസം നമ്മൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവനവൻ ഉപയോഗിക്കുന്ന ആയുധവും ഉപകരണങ്ങളും പൂജിക്കുന്നത് ഒരു മതത്തിനും എതിരല്ല. ആ ആയുധത്തിലും ഗ്രന്ഥത്തിലും യഹോവയും അല്ലാഹുവും ഉണ്ട് എന്ന് ധരിച്ച് പൂജിച്ചാൽ അത് പ്രതിമയല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു പെയിന്ററാണെങ്കിൽ എൻ്റെ ബ്രഷിലൂടെയാണ് ഞാൻ എൻ്റെ ഉപജീവന മാർഗം നേടുന്നത്, ആ ബ്രഷിനെ പൂജിക്കാം. ഞാനൊരു കാർപ്പൻ്ററാണെങ്കിൽ ആ ഉളിയിലൂടെയാണ് ഞാൻ എൻ്റെ ഉപജീവന മാർഗം, ഈ ജീവിതത്തെ നിലനിർത്തുന്നത്, അതുകൊണ്ട് ഉളി പൂജിക്കാം. ഞാനൊരു ലെയ്ത്ത് ഇടുന്ന വർക്ക്ഷോപ്പുകാരനാണെങ്കിൽ ആ ലെയ്ത്താണ് ഈ ജീവിതത്തെ, എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്നതെങ്കിൽ ആ ലെയ്ത്തിനെ പൂജിക്കാം. ഞാൻ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറാണ് എൻ്റെ ജീവിതത്തെ നിലനിർത്താനുള്ള വരുമാന മാർഗം, ആ കമ്പ്യൂട്ടറിനെ പൂജിക്കാം. നിങ്ങളൊരു ലോറിയുടെയോ ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബസ്സിൻ്റെയോ ട്രാക്ടറുടെയോ ഏതിൻ്റെ ഉപയോഗിയാണെങ്കിലും ഏത് മതത്തിലോ ഏത് ഇസത്തിലോ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ പ്രകൃതി മുഴുവനും പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്നു. അല്ലാഹുവിൻ്റെ സ്നേഹം, യഹോവയുടെ സ്നേഹം എന്ന് ബൈബിളിലും ഖുറാനിലും ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഈ ലോകത്തിലുള്ളത് മുഴുവനും ഈശ്വരൻ വസിക്കുന്നതാണ്. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ
തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത. അതങ്ങ് അകലത്തിലുള്ള ചൈതന്യമാണ്, അടുത്തുമുള്ള ചൈതന്യമാണ്, അത് ചലിക്കുന്ന ചൈതന്യമാണ്, ചലിക്കാത്ത ചൈതന്യമാണ്, അതെല്ലാത്തിൻ്റെയും അകത്തുമുണ്ട്. തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത. എല്ലാത്തിൻ്റെയും പുറത്തുമുള്ള ആ ചൈതന്യത്തെ ആയുധത്തിലും ഗ്രന്ഥങ്ങളിലും കണ്ട് അറിഞ്ഞ് അത് നന്മയിലേക്ക് ഉപയോഗിച്ച്, ചിന്തകളെ നന്മകളിലേക്ക് നയിച്ച്, കർമ്മത്തെ നന്മയിലേക്ക് നയിച്ച്, ഉജ്ജ്വലമായ സ്വച്ഛമായ വൃത്തിയുള്ള ധന്യമായ ഒരു ഭാരതത്തിനെ നയിക്കാൻ ജഗതീശ്വരൻ നിർദ്ദേശിക്കുന്നത് പോലെയുള്ളവര് ഈ രാഷ്ട്രത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ ഒറ്റ പരീക്ഷണത്തിൽ ചൊവ്വ വരെയെത്താൻ സാധിച്ച ഭാരതത്തെയും ഓരോ സംസ്ഥാനത്തെയും ഓരോ ജില്ലയെയും ഓരോ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും കോർപ്പറേഷനെയും ഓരോ വീടിനെയും ഓരോ മനുഷ്യന്റെയും മനസ്സിനെയും ശുദ്ധമാക്കാൻ സാധിക്കും. ആ ശുദ്ധിയിലേക്കും ആരാധനയിലേക്കും പവിത്രമായ പൂജയിലേക്കും ഉള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ ഉദിക്കുന്ന ദിവസമായി തീരട്ടെ ഈ നവരാത്രിയുടെ അവസാനത്തെ 3 ദിവസം, വിദ്യാരംഭം ഉൾപ്പെടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാത്തിലും ഭക്തി ആവാഹിച്ച് അവയെ ആരാധിക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.